ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ആണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് കോഴികളെക്കുറിച്ചാണ്. ഇന്ന് നമുക്കൊരു കോഴി ഫാം എങ്ങനെയാണ് ഒരു ബിസിനസ് രീതിയിലേക്ക് മാറ്റാമെന്നുള്ളതിൻ്റെ എങ്ങനെയാണ് അതിനുള്ള തുടക്കം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കോഴി ഫാമാണിത്. ഇത് ഇപ്പം 4 ഫാമുകളുണ്ട്. ഇതിപ്പോൾ 4 ഫാമാണ്. ഏകദേശം 16 മീറ്റർ വീതിയും 120 മീറ്ററോളം നീളമുണ്ട് ഒരു ഫാമിന്. പിന്നെ ഇങ്ങനത്തെ 4 ഫാമുണ്ട്. 4 ഫാമുകളിലായിട്ട് ഏകദേശം 38,000-ഓളം പെടക്കോഴികളും 4,000-ഓളം പൂവൻ കോഴികളും ഉണ്ട്. അതാണിപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു എണ്ണം എന്ന് പറയുന്നത്. അത് സൂര്യൻ രാവിലെ പണി തുടങ്ങുന്നേ ഉള്ളൂ, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാമിൻ്റെ പരിസരം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇത് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു പള്ളയോ ഒരു ചപ്പ് ചവറോ ഒരു സാധനങ്ങളും ഇല്ല. അത്രയും വൃത്തിയായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ കോഴി ഫാം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഫാം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പുറത്തുനിന്ന് വേറെ ഒരു വ്യക്തിക്ക് പ്രവേശനമില്ല. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ 6 പേരുണ്ട്. 6 പേര് പിന്നെ വല്ല ടെക്നീഷ്യന്മാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് അവിടെ കുറേ വസ്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ധരിച്ചിട്ട് മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം മറ്റേ സാനിറ്റൈസിങ് ചെയ്യുന്ന ചേമ്പറുണ്ട്. അതിൻ്റെ അകത്ത് വെച്ച് സാനിറ്റൈസ് ചെയ്ത് പിന്നെ നമ്മളും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നമ്മൾ ഈ പണിയിലേക്ക് വരുന്നത്. ഒന്നാമത്തെ കേസ് അതാണ്. അത് ഒഴിവായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ ഇനി കുറേ ഈ ആൾക്കാർ നമ്മുടെ ഫാമിലേക്ക് വരുന്നത് കുറഞ്ഞാൽ തന്നെ നമ്മുടെ കോഴികൾക്കുള്ള അസുഖങ്ങളൊക്കെ കുറയും. നമ്മുടെ നാട്ടിൽ ഈ പക്ഷിപ്പനികളും ഒക്കെ അങ്ങനെ വരുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം നമ്മുടെ ചെരുപ്പുകൾ, നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മളറിയാതെ തന്നെ ഓരോരോ അണുക്കൾ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മളറിയില്ല, പക്ഷെ അത് ഈ കോഴികളെ പെട്ടെന്ന് ബാധിക്കും. അങ്ങനെയാണ് ഈ പക്ഷിപ്പനികളൊക്കെ പടരുന്നത്. അസുഖങ്ങൾ ഇവിടെയുണ്ട്, പക്ഷെ അത് പടരുന്നതിന് ഇതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ചാക്കിലല്ല ഇവിടെ തീറ്റ വരുന്നത്. ചാക്കിൽ വരുന്നത് കാണും. നമ്മൾ ബൾക്കായിട്ട് വരുന്നതുകൊണ്ട് വലിയ കണ്ടെയ്നർ ലോറികളിൽ വന്ന് അത് പുറത്ത് കാണുന്ന ആ പൈപ്പിൽ നിന്ന് ഇതിലേക്ക് പ്രഷർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിനകത്ത് ഏകദേശം 8 ടൺ തീറ്റയാണ് കൊള്ളുന്നത്. ഒരു ടാങ്കിനകത്ത് 8 ടൺ തീറ്റ. അപ്പോൾ 2 ടാങ്കുകൾ. അപ്പം ഒരെണ്ണം ഫില്ലായിരിക്കുമ്പോൾ ഒരെണ്ണം എം ടി ആയിരിക്കും. അപ്പോൾ എം ടി ആയിക്കാതെ അടുത്ത പ്രാവശ്യത്ത് വന്ന് നിറയ്ക്കും. അങ്ങനെ മാറി അതായത് ഒരിക്കലും തീറ്റയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. പിന്നെ ഈ ചെറിയ ടാങ്ക് കാണുന്നത് അത് പൂവന്മാർക്ക്, റോസ്റ്റേഴ്സിന് വേണ്ടിയുള്ള തീറ്റയാണ്. അതിന് ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതൊരു 2 ടൺ 3 ടൺ കപ്പാസിറ്റി കാണത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എത്ര തീറ്റ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ താഴെ. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. ഇതൊരു സ്കെയിൽ പോലെ, അതായത് ത്രാസ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് എത്ര തീറ്റ ഉണ്ട് എന്ന് അത് നമുക്കെല്ലാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ഈ ടാങ്കിൽ എത്ര തീറ്റ ഉണ്ട്, എത്ര തീറ്റ ബാക്കിയുണ്ട് എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് തീറ്റ ഇപ്പം പെടക്കോഴികൾക്കുള്ള തീറ്റ ആ വലിയ ടാങ്കിൽ നിന്ന് സ്പ്രിങ് വഴി, അതായത് നമ്മുടെ ഓഗർ വീൽ എന്ന് പറയും, സ്പ്രിങ് റോൾ ചെയ്ത് അത് ഡെയിലി എത്ര തീറ്റ വേണോ അത് അപ്പുറത്തുള്ള ടാങ്കിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഡെയിലി 1000 കിലോ തീറ്റ വേണമെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നൊരു സമയമുണ്ട്. രാവിലെ ഒരു 9 മണിയാകുമ്പം ആ മോട്ടർ ഓണായി ഈ മോട്ടർ വർക്ക് ചെയ്ത് അതുപോലെ നിന്ന് നാളത്തേക്ക് ആവശ്യമുള്ള 1000 കിലോ തീറ്റ അവിടെ കാണുന്ന ടാങ്കിലേക്ക് മാറ്റുന്നു. അപ്പം പിന്നെ നാളെ രാവിലെ ആ ടാങ്കിൽ നിന്ന് ഈ 1000 കിലോ തീറ്റ നമ്മുടെ കൂടുകളിൽ ഇന്നലെ നമ്മൾ കണ്ട മറ്റേ ബേസിലേക്ക് മാറ്റുന്നു. അത് ആ സമയമാകുമ്പോൾ, ഫീഡിങ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ തീറ്റ സംവിധാനം. ഇത് ഏകദേശം എല്ലാ ഫാമുകളിലും ഇങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഫാമുകളിലെല്ലാം ഈ തീറ്റ ഇങ്ങനെയാണ് തീറ്റയുടെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ്. അല്ലാതെ ആരും മാനുവലായിട്ട് തീറ്റ കൊടുക്കുന്നയോ ചാക്കിൽ വരുന്ന തീറ്റ അങ്ങനത്തെ ഇല്ല. പിന്നെ ഈ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നിടത്തുണ്ടാവും, അതിനെക്കുറിച്ച് അറിയില്ല. അതായത് ഒരു ബിസിനസ് മൈൻഡിൽ തീറ്റ കോഴി വളർത്തുന്നവരെല്ലാം ഏകദേശം ഇതേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യം,
ഇവിടെ എല്ലാ പ്രാവശ്യവും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഇവിടെ തീറ്റ വരാറുണ്ട്. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും വരുന്ന തീറ്റയുടെ സാമ്പിളുകൾ, അതായത് ഈ ഓരോ ടാങ്കിലും വീഴുന്ന തീറ്റയുടെ സാമ്പിളുകൾ നമ്മൾ ടെസ്റ്റിന് അയക്കാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കാറുണ്ട്. അതുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് അത് വീണ്ടും എന്താ പറയണ്ടേ, ആ കുറവുകളൊക്കെ പരിഹരിച്ച് വീണ്ടും വരാറുണ്ട്. അതാണ് പതിവ്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെ ഓരോ ഫാമുകൾക്കും ഇത് ഗവൺമെൻറ്റായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് വിൽക്കുന്ന മുട്ടകളും കാര്യങ്ങളുമൊക്കെ അത് പോകുമ്പോൾ അത്ര സ്റ്റാമ്പ് ഉണ്ടാവണം, ഇത് ഏത് ഫാമിൽ നിന്നാണ് എന്ന് കൃത്യമായിട്ട് അത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ കൂടിന് പുറത്തെഴുതി വെച്ചേക്കുന്ന നമ്പർ. പിന്നെ ഇത് നമ്മുടെ മുട്ട സിസ്റ്റമാണ്. അത് മുട്ട ഞാൻ ഇപ്പം വർക്കിംഗ് അല്ല, അത് വർക്കാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ കൂടിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കൂട് കാണിച്ചിരുന്നു. അപ്പോൾ കൂടിനകത്ത് ഇടുന്ന മുട്ടകൾ ഈ കൺവെയർ ബെൽറ്റിൽ ലോഡാവുകയും ഇത് റോൾ ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഈ മെയിൻ ഇതിൽ വീഴുകയും ഇത് മെല്ലെ ഓഫീസ് അതായത് അവിടെ പാക്കിംഗ് മെഷീനുണ്ട്, ആ മെഷീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മുട്ടകൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ വേറെ പ്രശ്നം അതിലധികം ചെളിയോ പൊടിയോ ഒന്നും പറ്റാറില്ല. അത് മിക്കവാറും നമ്മൾ ഹാൻഡ് ടച്ച് ഇല്ലാതെ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത. പക്ഷേ ഇത് നല്ല മുതൽ മുടക്കുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫാം സെറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം കോടികൾ തന്നെ ചിലവാകും. പിന്നെ ഈ കൺവെയർ ബെൽറ്റിൻ്റെ അടുത്ത് എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, CCTV ക്യാമറയുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഇത് 31, അതായത് മൂന്നാമത്തെ കൂടിലെ ഒന്നാമത്തെ ബെൽറ്റാണിത്. അപ്പുറത്ത് 32 എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് റോളാകുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ചിക്കൻ വരാറുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അതുപോലെ തന്നെ ഇവിടെ ഒരു മുട്ടയുടെ ഒരു റീഡറുണ്ട്, കൗണ്ടിങ്. ഇവിടെ നമുക്ക് കാണാം ഏകദേശം എത്ര മുട്ട ദിവസം വരുന്നുണ്ട് എന്നൊക്കെ. ഇത് ദിവസത്തെ അല്ല കാണിച്ചേക്കുന്നത്, അത് 2-3 ദിവസത്തെയാണ്. പക്ഷേ നമുക്ക് മെയിൻ കൗണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ ഇത് എല്ലാ കൂട്ടിലും ഉള്ള സാധനമാണ് കുമ്മായം. നമ്മളെപ്പോഴും ഇതിനകത്ത് കയറുമ്പം നമ്മുടെ ഷൂ എപ്പോഴും സാനിറ്റൈസ്, അതായത് എപ്പോഴും ശുദ്ധിയാക്കിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ക്ലീനായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. ഞാൻ മുട്ടയുടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തരീക്ഷമാണ് എത്ര ക്ലിയർ ആൻഡ് നീറ്റാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങൾ കുറയാൻ പറ്റും. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇപ്പം പശു ഫാമാണെങ്കിലും കോഴി ഫാമാണെങ്കിലും നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള എന്താ പറയണ്ട ഒരു ഇടപെടൽ വളരെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതുവരെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഏകദേശം 1-2 വർഷത്തോളം ഞാനിവിടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുമായിട്ട് അധികം സാമീപ്യം ഇതിനകത്ത് കൂടിനകത്തേക്ക് വരുത്താതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിട്ട് കിട്ടും. ഈ കാണുന്നത് നമ്മുടെ നേരത്തെ കണ്ട ചെയിൻ ഇങ്ങനെ കയറി പോകുന്നതാണ്. 4 കൂട് നമ്മൾ ഏകദേശം ഒരു 10-200 മീറ്റർ ഗ്യാപ്പുണ്ട്. അവിടെ മുകളിൽ 2, അതിന് മുകളിൽ 1, ഇത് 3, താഴെ ഒരു കൂടും കൂടെ. അപ്പോൾ 4 കൂട് ഏകദേശം ഒരു 200-300 മീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ഈ ചെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ ബായ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.